ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്നിവിടെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു 2 ഇയർ ബേബിക്കുള്ള 1 ഷോൾഡർ ബേബി ഫ്രോക്കാണ് ചെയ്യുന്നത്. ഇനി വേണ്ടത് ഫ്രോക്ക് തയ്ക്കാൻ പറ്റിയ നല്ലൊരു ഫാബ്രിക് എടുത്ത് അതിനെ 4ആയി മടക്കി വെക്കുക. അപ്പോൾ മടക്കി വെച്ചതിന് ശേഷം ക്ലോസിങ് സൈഡിൽ നെക്കിൻ്റെ ഭാഗം അടയാളപ്പെടുത്താം. നെക്കിൻ്റെ വിഡ്ത്ത് 2 ഇഞ്ചായിട്ടും നെക്ക് ലെങ്ത്ത് അതായത് ഡെപ്ത്ത് 3.5 ഇഞ്ചായിട്ടാണ് എടുക്കുന്നത്. അത് ജോയിൻ ചെയ്ത ശേഷം ഒരു കർവ് രൂപത്തിൽ വരച്ചെടുക്കാം. നെക്സ്റ്റ് ഷോൾഡറിൻ്റെ വിഡ്ത്താണ് എടുക്കുന്നത്. ഷോൾഡർ വിഡ്ത്ത് ഞാൻ 1.5 ഇഞ്ചും ആം ഹോൾ വരച്ചെടുക്കാം. ആം ഹോളിന് വേണ്ടിയിട്ട് ലെങ്ത്ത് ഞാൻ 4.5 ഇഞ്ചാണ് എടുക്കുന്നത്. അത് അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്ക് ചെസ്റ്റ് വരച്ചെടുക്കണം. ചെസ്റ്റ് ഞാൻ 5.5 ഇഞ്ചാണ് ഇവിടെ എടുക്കുന്നത്. അപ്പോൾ 5.5 ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തി അത് ജോയിൻ ചെയ്ത ശേഷം ഒരു കർവ് രൂപത്തിൽ ആം ഹോൾ വരച്ചെടുക്കാം നമുക്ക്. നമുക്ക് വേണ്ടത് വേസ്റ്റിൻ്റെ അളവെടുക്കാം. വേസ്റ്റ് ഞാൻ 8.5 ഇഞ്ചാണ് എടുക്കാറ്. അപ്പോൾ 2 ഇയർ ബേബിക്ക് ഏകദേശം 8.5 ആണ് ഞാൻ എടുക്കുന്നത്. ഇനി അതിൻ്റെ ബോഡി വിഡ്ത്ത് വരുന്നത് 5 ഇഞ്ചാണ്. അങ്ങനെ 5.5 ഇഞ്ച് ചെസ്റ്റ് ഭാഗവും 5 ഇഞ്ച് ബോഡി പാർട്ടും അളന്നെടുത്ത ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ ഈ ഫ്രോക്കിൻ്റെ ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും കട്ട് ചെയ്തെടുത്തു. ഇനി അത് നമുക്ക് നിവർത്തി വെച്ചിട്ട് നോക്കാം. ഇതാണ് നിവർത്തി വെച്ച ഭാഗം. ഇതിനി നല്ല രൂപത്തിൽ വെച്ചത് ശേഷം നമുക്ക് ഇതിൻ്റെ നെക്ക് ഭാഗവും ആം ഹോളിൻ്റെ ഭാഗവും സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരണം. അതിൻ്റെ മുമ്പായി നമുക്ക് 1 ഷോൾഡർ അല്ലേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഷോൾഡറിൻ്റെ ആ ഭാഗം നമുക്ക് വെട്ടി മാറ്റണം. ആദ്യം സെൻറ്റർ പാർട്ട് അടയാളപ്പെടുത്തിയ ശേഷം നമുക്ക് ആ ഒരു ഏരിയയിൽ നിന്ന് ആം ഹോളിൻ്റെ ഭാഗത്തോട്ടേക്ക് അടയാളപ്പെടുത്തി വെട്ടിയെടുക്കണം. അപ്പോൾ ഒരു കൈയിൻ്റെ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അങ്ങനെ ഞാൻ ഒരു ഭാഗം കട്ട് ചെയ്തെടുത്തു. ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ഇനി ഇത് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരണം. അതിന് മുമ്പായിട്ട് എനിക്ക് ഈ നെക്കിൻ്റെ ഭാഗത്ത് പ്ലീറ്റ് ചെയ്ത് ഒരു ഫാബ്രിക് വെക്കണം. അതിനു വേണ്ടി ഞാൻ 2 ഇഞ്ച് വീതിയിലും 47 ഇഞ്ച് ലെങ്ത്തിലും ഒരു ഫാബ്രിക് കട്ട് ചെയ്തെടുക്കുക. ഈ കട്ട് ചെയ്ത ഫാബ്രിക്കിനെ ഇങ്ങനെ പ്ലീറ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് മാറ്റണം. ഇനി അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് മാറ്റിയെടുക്കാം. ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് മാറ്റി വെച്ച ശേഷം ഞാൻ ഈ ഫ്രോക്കിൻ്റെ ബോട്ടം ഭാഗം സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. ബോട്ടം ഭാഗത്തിൻ്റെ മെഷർമെൻറ്റ് നോക്കാം. 30 ഇഞ്ച് വിഡ്ത്തും 13 ഇഞ്ച് ലെങ്ത്തുമാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ പ്ലീറ്റ് ചെയ്തെടുത്ത് സ്റ്റിച്ച് ചെയ്ത് മാറ്റണം. അങ്ങനെ ഞാനിത് പ്ലീറ്റ് ചെയ്ത് വയ്ക്കുകയാണ്. ഇതിനി സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കുക. ഇനി കട്ട് ചെയ്ത് മാറ്റി വെച്ച ഷോൾഡറിൻ്റെ ഭാഗത്ത് ഒരു ചെറിയ ഷോൾഡർ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അതിനു വേണ്ടി ഞാനിവിടെ 7 ഇഞ്ച് ലെങ്ത്തിൽ ഫാബ്രിക് കട്ട് ചെയ്ത് അത് മടക്കി ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്ത ഭാഗം. അപ്പോൾ ഷോൾഡറിൻ്റെ ഭാഗം ഞാൻ സ്റ്റിച്ച് ചെയ്തു. അതിൻ്റെ ഷോൾഡറിൻ്റെ ഭാഗത്ത് പ്ലീറ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തു. അപ്പോൾ ബോട്ടം ഭാഗം ഞാൻ പ്ലീറ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തു. അങ്ങനെ ഇതാണ് ഔട്ട്പുട്ട്. ഇനി വേണ്ടത് നമുക്ക് സൈഡ് ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇത് നേരെ വെച്ച് സൈഡ് ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ ഇതാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത ഫ്രോക്കിൻ്റെ ഔട്ട്പുട്ട്. അപ്പോൾ ഇതാണ് 1 ഷോൾഡർ ഫ്രോക്ക്. ഇനി നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ പറയേണ്ടതാണ്. ഇനിയൊരു ഫോട്ടോഷൂട്ട് ആയാലോ? അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.